മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ വെച്ച് സിനിമാ നടൻ ശ്രീ സുരേഷ് ഗോപി അവർകളെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. 4-5 സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. ഇതാണ്ട് നല്ലോണം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ജസ്റ്റ് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് അഭിമുഖത്തിൽ മുഖാമുഖം വന്നു. അപ്പോൾ ഒന്ന് സംസാരിച്ചപ്പോൾ ഒരൊറ്റ വരി തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നി. ഗോപാലകൃഷ്ണൻ സാറേ, ഇന്ന് കേരളം ഭരിക്കുന്നതും കേരളത്തെ ഈ നിലയിലാക്കിയിരിക്കുന്നതും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ പച്ചത്തെറിയും അശ്ലീലവും സഭ്യതയുടെ 7 അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്ത വാക്കുകളും ഉപയോഗിക്കുന്ന യുവാക്കള് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് അവരാണ് ഇപ്പൊ കേരളത്തെ നയിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. എങ്ങനെ കേരളീയ സംസ്കാരം ഇത്രയും അധപ്പതിച്ചു? കേരളീയർക്ക് എങ്ങനെ ഇത്രയും മോശവും സഭ്യേതരവുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അറപ്പ് തോന്നും. ഒരിക്കൽ വായിച്ചാൽ ശുദ്ധജലം തളിച്ച് ശുദ്ധീകരിക്കേണ്ട ലെവലിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ അറപ്പ് തോന്നാത്തൊരു സമൂഹം വളർന്നു വരുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പൈതൃകവും കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും കേരള കലകളും കേരളത്തിൻ്റെ സ്പോർട്സും എല്ലാം ധന്യമായിട്ട് വളർത്താനും ഉയർത്താനും ഉണർത്താനും അതെല്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കേരള സംസ്കാരത്തിന് അടിമുടി വിഷലിപ്തമാക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഒരു വിഭാഗത്തിൽപ്പെടുന്ന യുവതലമുറ സോഷ്യൽ മീഡിയയെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത്രയും അധികം തകർത്ത് തറ ലെവലിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും 7 അയൽവക്കത്തെത്താത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് കേരളത്തിൻ്റെ ഇന്നത്തെ നായകന്മാരും പ്രതികരിക്കുന്നു എന്ന് പറയുന്ന യുവശക്തിയുമെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് എന്ന് സിനിമാ നടൻ സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലം മാറ്റും. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നവരും പറയുന്നവരെയും നിയന്ത്രിക്കാൻ സൈബർ സെല്ലുകാർ വിചാരിച്ചാലൊന്നും നടക്കില്ല. കാരണം സൈബർ സെല്ലിൽ 1,00,000 പേരെ അപ്പോയിന്റ് ചെയ്താലും ഒരേ വ്യക്തി ആയിരക്കണക്കിന് പ്രാവശ്യം പച്ചത്തെറി എഴുതുന്ന സംസ്കാരമുള്ളവനെ കയറി പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ സൈബർ സെല്ലുകാർക്ക്? ഇനി ഇയാൾ പറയുന്ന തെറി ഏതാണെന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വിവർത്തനം ചെയ്ത് ജഡ്ജിക്ക് കൊടുത്ത് അന്വേഷണം നടത്തി വരുമ്പോഴത്തേക്കും അതിന് എത്ര കോടി രൂപയുടെ ചെലവുണ്ടാവുക ഗവൺമെന്റിന്? അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ, നിലനിൽക്കേണ്ടതിനെ നിലനിൽക്കും, നിലനിർത്തും പ്രകൃതി. അതിലൊന്നും നമ്മൾ ഇത്രയധികം വികാരം കൊള്ളേണ്ട ആവശ്യമില്ല എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിഷയം കിട്ടിയ മാതിരി തോന്നി. എന്തുകൊണ്ട് വിശേഷം? എവിടെന്നാ വരുന്നത്? സുഖം തന്നെയാണോ? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പലപ്പോഴും പലരും സംഭാഷണങ്ങളിലേക്ക് കടക്കാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ നേരിട്ട് കയറിയിട്ട് കേരളത്തെ ഇന്ന് നയിക്കുന്നത് ഇതേപോലെ സംസ്കാരമുള്ളവരാണ്
എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എൻ്റെ മനസ്സിൽ ഒരു കോർണറിൽ കാര്യമായിട്ടൊന്നും അല്ലെങ്കിൽ ലളിതമായിട്ട് തോന്നിയിരുന്ന ആ വിഷയം ഇത്രയും സീരിയസ് ആയിട്ട് ഒരു മനുഷ്യൻ സംഭാഷണം തുടങ്ങുന്ന സെക്കൻഡിൽ അത് തന്നെ എടുത്തിട്ടല്ലോ എന്നിങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് ആലോചിച്ചു. ഏതായാലും പിന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചില്ല. ഇന്ന് യൂട്യൂബിൽ പറയാൻ അതൊരു വിഷയമായി എന്നുള്ളതിൽ സംതൃപ്തിയും തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക വിഭാഗം ജനത, എല്ലാവരും അല്ല, അതിൽ പ്രത്യേകിച്ചും യുവാക്കള്, കുറച്ച് പ്രായമായവർ ഇത്രയുള്ള വാക്കുകളൊന്നും പലപ്പോഴും ഉപയോഗിക്കാറില്ല. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്തിനാ നേടുന്നത്, എന്താ നേടുന്നത് എന്നുള്ളതൊക്കെ തന്നെ ആലോചിച്ചാൽ ഇതേ വാക്കുകളൊക്കെയാണ് ഇവരുടെ മക്കളും പഠിച്ച് പ്രയോഗിക്കുന്നതെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ അച്ഛൻ്റെ സംസ്കാരം, അമ്മയുടെ സംസ്കാരം മക്കളിലേക്ക് അനസ്യൂതം പ്രവഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉള്ളൊരു കുടുംബം ധന്യകുടുംബമാണോ ഇല്ലയോ എന്നുള്ളത് തന്നെത്താനെ ചിന്തിക്കാൻ ഇടവരട്ടെ എന്ന് ഒരു സന്ദേശം സിനിമാ നടന് കൊടുത്ത് ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നത് വർത്താണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുകയാണ്. പ്രണാമം, നമസ്കാരം.